ഇഫ്താർ കഴിഞ്ഞ് ആകാശത്ത് ചന്ദ്രൻ ഉയരുമ്പോൾ പള്ളിയുടെ മിനാരുകളിൽ വിളക്കുകൾ തെളിഞ്ഞു. അഹമ്മദ്ക്കും ആമിനക്കും ഹൃദയത്തിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. ഇന്നലെ നടന്ന ചെറിയ സംഭാഷണം ഇരുവർക്കും ഉറക്കമില്ലാത്ത രാത്രിയാക്കി. പ്രണയം പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ. അത് ഇരുവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. തറാവീഹിന് ശേഷമുള്ള സംഭാഷണം. തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് പള്ളി പുറത്തേക്ക് ആളുകൾ ഒഴുകിയിറങ്ങി. ആമിന ഉമ്മയോടൊപ്പം നടന്നു. അഹമ്മദ് ഉപ്പയോടൊപ്പം പിന്നിൽ നിന്നിരുന്നു. പെട്ടെന്ന് അഹമ്മദ് പറഞ്ഞു, ഉമ്മ, ആമിനയുടെ ഉമ്മയോട് ഒന്ന് സംസാരിക്കാമോ? ഉപ്പ അവനെ നോക്കി ചിരിച്ചു. നീ നിന്റെ മനസ്സ് തീരുമാനിച്ചോ? അതേ. റമദാനിലെ ദ്വാകൾക്ക് അർത്ഥം ഉണ്ടാകണം. ഉപ്പ തലകുനിച്ചു. അതേസമയം ആമിനയും ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അഹമ്മദ് നല്ല ആളാണ്. അവൻ ഒരുപാട് ദീൻ പാലിക്കുന്നവനാണ്. ഉമ്മ ചിരിച്ചു പറഞ്ഞു, മകളേ, നല്ലത് കാണുമ്പോൾ ഹൃദയം തുറക്കുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ എല്ലാം അല്ലാഹുവിന് ഇഷ്ടമുള്ള വഴിയിൽ. ആമിന നാണിച്ചു. ആദ്യ കുടുംബ സംഭാഷണം. അടുത്ത ദിവസം അസർ നമസ്കാരത്തിന് ശേഷം അഹമ്മദിന്റെ കുടുംബം ആമിനയുടെ വീട്ടിൽ എത്തി. ചായയും ഖജൂറു കഴിച്ചു. ഹമദിന്റെ ഉമ്മ പറഞ്ഞു, മാഷാ അല്ലാഹ്, നിങ്ങളുടെ മകൾ വളരെ സൽസ്വഭാവമുള്ളവളാണ്. ആമിനയുടെ ഉമ്മ മറുപടി പറഞ്ഞു, നിങ്ങളുടെ മകനെയും കുറിച്ച് നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ സംസാരിച്ചത് വിവാഹത്തെക്കുറിച്ച് തുറന്നു പറയുന്ന സംഭാഷണമല്ലായിരുന്നു. പക്ഷേ ഇരുവർക്കും മനസ്സിലായി ഈ ബന്ധം അല്ലാഹു ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് പോകുന്നു എന്ന്. അഹമ്മദും ആമിനയും പരസ്പരം നേരിട്ട് സംസാരിച്ചില്ല. പക്ഷേ ഓരോ നോട്ടത്തിലും ഒരുപാട് ദുആകൾ ഒളിഞ്ഞിരുന്നു. ഒരു പ്രത്യേക റമദാൻ രാത്രി. ഒരു രാത്രി പള്ളിയുടെ പ്രാകാരത്തിൽ ഇഫ്താർ വിതരണത്തിനായി ഇരുവരും സന്നദ്ധസേവനത്തിന് എത്തിയിരുന്നു. ആമിന ഭക്ഷണം പാക്ക് ചെയ്യുമ്പോൾ അഹമ്മദ് പറഞ്ഞു, ഇങ്ങനെ ആളുകൾക്ക് സേവനം ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ആമിന പറഞ്ഞു, അതെ. പ്രണയം പോലും ഇങ്ങനെ സേവനത്തിലൂടെ ശക്തമാകുമ്പോൾ അത് ഇബാദത്താകുന്നു. അഹമ്മദ് ചിരിച്ചു. നമ്മൾ ഒരുമിച്ച് ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ വഴികൾ എളുപ്പമാക്കും. ആമിന തലകുനിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം. അവസാന 10 ദിവസങ്ങൾ. റമദാനിന്റെ അവസാന 10 ദിവസങ്ങൾ എത്തിയപ്പോൾ ഇരുവരും കൂടുതൽ ഇബാദത്തിലായി. ലൈലത്തുൽ ഖദർ, ഖുർആൻ പാരായണം, ദുആകൾ. അഹമ്മദ് ദുആ ചെയ്തു, യാ അല്ലാഹ്, ഈ ബന്ധം എന്റെ ദീനും ദുനിയാവിനും നല്ലതാക്കുക. ആമിനയും പ്രാർത്ഥിച്ചു, എന്നെ ശരിയായ വഴിയിൽ നയിക്കുക. എന്റെ ഹൃദയം നിന്റെ നിയമത്തിന് വിധേയമാക്കുക. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പള്ളി നിറഞ്ഞിരുന്നു. മുഴുവൻ ആളുകളും കണ്ണീരോടെ ദുആ ചെയ്തു. അഹമ്മദും ആമിനയും ഒരേ വരിയിൽ നിന്നു. വാക്കുകളില്ലാതെ ഒരേ പ്രാർത്ഥന. ഇതിനു മുൻദിനം. റമദാൻ അവസാനിക്കാൻ പോകുന്നു. പള്ളി പ്രാകാരത്തിൽ കുട്ടികളുടെ ചിരിയും തക്ബീർ ശബ്ദവും. അഹമ്മദിന്റെ ഉപ്പ പറഞ്ഞു, റമളാനിന് ശേഷം നമുക്ക് ഔപചാരികമായി നിക്കാഹ് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാം. അഹമ്മദ് സന്തോഷത്തോടെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ആമിനയുടെ ഉമ്മ അവളോട് പറഞ്ഞു, മകളെ, ദീൻ ഉള്ള ഒരാളെ അല്ലാഹു നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വലിയ നിഹ്മത്താണ്. ആമിന കണ്ണീരോടെ പറഞ്ഞു, ഉമ്മ, ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. ഈദ് ദിനം. ഈദ് നമസ്കാരത്തിന് ശേഷം എല്ലാവരും ആലിംഗനം ചെയ്തു. അഹമ്മദും ആമിനയും ദൂരത്ത് നിന്ന് പരസ്പരം നോക്കി. പിന്നീട് കുടുംബങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടു. നിക്കാഹിന്റെ തീയതി നിശ്ചയിച്ചു. അഹമ്മദ് പറഞ്ഞു, റമദാനിൽ തുടങ്ങിയ ഈ പ്രണയം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇബാദത്തായിരിക്കും. ആമിന മറുപടി പറഞ്ഞു, പ്രണയം ഹലാലാകുമ്പോൾ അത് ജന്നത്തിനുള്ള വഴിയാകുന്നു. അവർ ഇരുവരും ചിരിച്ചു. ആകാശത്ത് ചന്ദ്രൻ വീണ്ടും തെളിഞ്ഞു. റമദാൻ അവസാനിച്ചെങ്കിലും അല്ലാഹുവിന്റെ സ്നേഹത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അവസാനം. ഈ കഥയുടെ സന്ദേശം. പ്രണയം ഹലാൽ വഴിയിൽ കൊണ്ടുവന്നാൽ അത് പാപമല്ല, ഒരു ഇബാദത്താണ്. റമദാൻ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസം, ബന്ധങ്ങളെ വിശുദ്ധമാക്കുന്ന സമയമാണ്.